ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടി വരെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മളെ കാണിച്ചിരിക്കുന്ന ആ ഭാഗം വരെ മാത്രമേ നമുക്ക് ആ കരയുടെ ആ എൻഡ് വരെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ പ്രധാന ആകർഷണമായ പാമ്പൻ പാലം ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ. പുതിയ റെയിൽവേ ബ്രിഡ്ജ് ഈ മാസം 28-ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പാമ്പൻ പാലത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാണുക. നമ്മുടെ ചാനലിൽ ബെനീസ് വ്ലോഗ്സ് അതൊന്നുകൂടെ പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓരോ സ്ഥലത്തെയും നമ്മൾ കാഴ്ചകൾ വ്യത്യസ്തമാണ്. ദക്ഷിണേന്ത്യൻ യാത്രാപ്രേമികളുടെ പ്രധാന ലക്ഷ്യമാണ് ധനുഷ്കോടി രാമേശ്വരം. ബ്രിട്ടീഷ് തിരുശേഷിപ്പുകളും പാമ്പൻ പാലവും പിന്നെ രാമേശ്വരവുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ഐതിഹ്യങ്ങളുമാണ് പ്രധാന ആകർഷണം. യാത്രാ സ്നേഹികൾക്ക് മാത്രമല്ല സിനിമക്കാരുടെയും ഇഷ്ട ലൊക്കേഷനുകളിലൊന്നാണ് ധനുഷ്കോടി. നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മായാനദിയിൽ ടൊവിനോയും ഐശ്വര്യലക്ഷ്മിയും അണിനിരന്ന ഗാനരംഗം ഇവിടെ ചിത്രീകരിച്ചതാണ്. ചതുപ്പ് റോഡുകളിലൂടെയുള്ള ജീപ്പ് യാത്രയും മനോഹരമായ ബീച്ച് കാഴ്ചയും പ്രേക്ഷക ഹൃദയം കവർന്ന അനുഭവമാണ്. അത്ര മനോഹരമാണ് ധനുഷ്കോടി. രാമേശ്വരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി. ബസ് സർവീസും ജീപ്പ് യാത്രയും സാധ്യമാണ്. റെൻ്റ് ബൈക്കുകൾ ധാരാളം ലഭ്യമാകുന്ന സ്ഥലമാണ് രാമേശ്വരം. ലൈസൻസും തിരിച്ചറിയൽ കാർഡും കയ്യിൽ കരുതിയാൽ 1000 രൂപയ്ക്കുള്ളിൽ 2 വീലർ റെൻറ്റിന് കിട്ടും. ഇഷ്ടമുള്ള രീതിയിൽ യാത്ര ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കാഴ്ചകൾ ആസ്വദിച്ചും ചിത്രങ്ങൾ പകർത്തിയും യാത്ര കൂടുതൽ രസകരമാക്കാം. വർഷങ്ങൾ പഴക്കമുള്ള തകർന്ന പള്ളികളും കെട്ടിടങ്ങളും ധാരാളമുള്ള സ്ഥലമാണ് ധനുഷ്കോടി. ശ്രീലങ്കയെയും ഇന്ത്യയും വേർതിരിക്കുന്ന പാക് കടലിടുക്കിൻ്റെ ദൃശ്യങ്ങളും ധനുഷ്കോടിയുടെ കാഴ്ചകളിലൊന്നാണ്. കടൽ തീരമാണ് പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാരുടെ പ്രധാന ഉപജീവനം മത്സ്യബന്ധനം തന്നെയാണ്. ആയിരത്തി 1964 മുമ്പ് വരെയുള്ള ധനുഷ്കോടിയുടെ കാഴ്ചകൾ ഇന്നത്തേതിനേക്കാൾ സമൃദ്ധമായിരുന്നു. 64-ലെ കടൽക്ഷോഭം ഇവിടമാകെ മാറ്റിമറിച്ചു. പാമ്പൻ പാലത്തിൻ്റെ തകർച്ചയും തുടർന്നുണ്ടായ ട്രെയിൻ ദുരന്തവും ധനുഷ്കോടിയുടെ അതുവരെയുണ്ടായിരുന്ന വർണ്ണക്കാഴ്ചകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അതോടെ മാറിമറിഞ്ഞു. പ്രേതനഗരമെന്നാണ് അതിനുശേഷം ഇവിടം അറിയപ്പെടുന്നത്. ഭൂതകാല സമൃദ്ധിയുടെ തിരുശേഷിപ്പുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇന്ത്യൻ മിത്തുകളിലൊന്നായ രാമായണവുമായി ധനുഷ്കോടിക്ക് അഭേദ്യമെന്നുമുണ്ട്. നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ആ കല്ല്, ആ ഒരു ബിൽഡിങ്ങും അതിന് സൈഡിലുള്ള കല്ല് കെട്ടി 3 ഭിത്തി മുകളിലോട്ട് നിൽക്കുന്നതുമാണ് പണ്ടത്തെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ധനുഷ്കോടി ലൈറ്റ് ഹൗസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ ഭാഗത്തെല്ലാം നിറയെ നമുക്ക് മീൻ വറുത്ത് കിട്ടുന്ന കടകളാണ്. നമ്മളവിടെ ചെന്ന് അവർ ഈ തണുപ്പിച്ച് ഫ്രീസർ വെച്ചിരിക്കുന്ന ഐസിട്ട് വെച്ചിരിക്കുന്ന ഫ്രീസർ, ഇവിടെ കറണ്ടൊന്നും കാണുന്നില്ല, മീൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അവരെത്രയാന്ന് വില പറയും. നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ബാർഗെയിനിങ് ഉണ്ട്. സെലക്ട് ചെയ്ത് അവരത് അതിനെ നല്ലതായിട്ട് വെട്ടി കഴുകി ക്ലീനാക്കി നമ്മുടെ മുന്നേ വെച്ച് തന്നെ വറുത്ത് റെഡിയാക്കി സവോളയൊക്കെ അരിഞ്ഞ് നമ്മൾ പ്ലേറ്റിൽ നമുക്ക് തരുന്നതാണ്.
നല്ലതായിട്ട് നമുക്ക് പിന്നെ ബാർഗെയിൻ ചെയ്യാം. ഇന്ത്യൻ മിത്തുകളിലൊന്നായ രാമായണവുമായി ധനുഷ്കോടിക്ക് അഭേദ്യ ബന്ധമുണ്ട്. ലങ്കയിലേക്ക് സീതയെ കൊണ്ടുവരാൻ പുറപ്പെട്ട രാമൻ കടൽ കടക്കാൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ തുടക്കം ഇവിടെയാണെന്നാണ് ഐതിഹ്യം. കടൽ കടന്ന ശേഷം രാമൻ സേതുവിൻ്റെ പകുതി ഭാഗം തകർത്ത് കളഞ്ഞുവെന്നാണ് പുരാണകഥ. ഇതൊക്കെയാണെങ്കിലും രാമസേതു സംബന്ധിച്ച തർക്കങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഞങ്ങളുടെ ട്രാവലറിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ ധനുഷ്കോടിയിലേക്ക് യാത്ര പോയത്. ഞങ്ങൾ ഏതാണ്ട് 12 പേരുണ്ട്. രാമേശ്വരം കഴിഞ്ഞാൽ ഏതാണ്ട് 2 സൈഡും കടൽ തന്നെയാണ്. ആദ്യ ഭാഗങ്ങളിലെല്ലാം നിറയെ മുൾച്ചെടികളെല്ലാം കയറി നമുക്ക് 2 സൈഡും കാണാൻ മേലാത്ത പോലെ മുൾച്ചെടികൾ പടർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം 2 സൈഡും ക്ലിയറാണ്. നമുക്ക് ഈ കടലിൻ്റെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. രാമേശ്വരം പരാമർശിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേത്. രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയറിലും ധനുഷ്കോടിയെപ്പറ്റിയും അന്നുണ്ടായ കടൽക്ഷോഭത്തിൻ്റെ തീവ്രതയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. സുഗമമായ വഴികൾ, മനോഹര കാഴ്ചകൾ. രാമേശ്വരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയിൽ മുകളിലൂടെ മേഘങ്ങളിൽ തഴുകിയതുപോലെയാണ് അനുഭവം. ഇരുവശങ്ങളിലുമുള്ള സമുദ്രക്കാഴ്ചകളും കടൽക്കാറ്റിൻ്റെ മധുരതരമായ ആലാപനവും യാത്രയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ദേശീയപാത 49 NH49 വഴിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. സമുദ്രത്തിൻ്റെ സാന്നിധ്യം. ധനുഷ്കോടി വരെ നീളുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും കടൽ കാണാം. ഒരു ഭാഗത്ത് നിശബ്ദമായ ഗൾഫ് ഓഫ് മാന്നാർ, മറുവശത്ത് അതിശയിപ്പിക്കുന്ന ഇന്ത്യൻ ഓഷൻ. ഈ യാത്രയ്ക്ക് ഒരു മൈകത നൽകുന്നതായി തോന്നും. ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, ടൂറിസ്റ്റ് ജീപ്പുകൾ എല്ലാം യാത്രികരുടെ ആവേശം കൂട്ടുന്ന കാഴ്ചകളാണ്. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണമാണ് അതിൻ്റെ സമാധാനവും പ്രകൃതിയുടെ നിറവുമാണ്. നമ്മൾ ഏതാണ്ട് ആ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധനുഷ്കോടിയിൽ എത്തുമ്പോൾ യാത്ര അവസാനിക്കാൻ പോകുമ്പോൾ ഒരു വശത്ത് കടൽ കരയിലേക്ക് അടിച്ചു കയറുന്ന പോലെയാണ് അനുഭവം. യാത്രയ്ക്കിടെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങൾ, പഴയ പോസ്റ്റ് ഓഫീസ്, നശിച്ച വീടുകൾ എന്നിവ കാണുമ്പോൾ 1964 കൊടും ചുഴലി സൃഷ്ടിച്ച ആഘാതം മനസ്സിലേക്ക് വരും. അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും അതിൻ്റെ പുനർജന്മത്തിൻ്റെ കാഴ്ചകളായി നിലകൊള്ളുന്നു. ധനുഷ്കോടിയിലെ യാത്ര വെറും ഒരു ടൂറിസം സ്പോട്ട് സന്ദർശനം മാത്രമല്ല, ഒരു ചരിത്രം അനുഭവിക്കലും കൂടിയാണ്. കടലിൻ്റെ കരളിൽ ഒരു നഗരത്തിൻ്റെ കഥയുണ്ടെന്നത് അർത്ഥവത്തായ അനുഭവം നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള റോഡ് ട്രിപ്പ് ഓരോ യാത്രികനും ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ടതായ ഒരു അതുല്യ അനുഭവമാണ്. അതിൻ്റെ മനോഹാരിതയും ഭീതിജനകമായ ചരിത്രവുമെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു അപൂർവ ദൃശ്യ പരമ്പരയാണ് ഈ യാത്ര. നമ്മൾ ഈ ഒരു വീഡിയോ ഈ മുനമ്പിൽ എത്തുന്നവരെയുള്ള വണ്ടിയിൽ അവിടെ എത്തുന്നിടം വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ റോഡിൻ്റെ നമ്മൾ ചുറ്റും നടുക്കൊരു സൂമ പോലെയുണ്ട്. അതിന് ചുറ്റി റൈറ്റ് സൈഡ് വഴി വന്ന് മൊത്തം തിരിച്ചു വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. അവിടുത്തെ ഈ പിന്നെ കച്ചവടക്കാരുടെയും ഇവിടെ ഉള്ള ആൾക്കാരുടെ ജീവിതം മത്സ്യബന്ധനവും ഇവിടെ ഈ പിന്നെ ഈ ഇതെല്ലാം പവിഴപ്പറ്റുകളുടെ സാധനങ്ങളൊക്കെ വിറ്റുള്ള അങ്ങനെയാണ് അവരുടെ ഉപജീവന മാർഗം. നമ്മളിവിടെ ഇലക്ട്രിക് ലൈനൊന്നും കാണുന്നില്ല. ഗവൺമെൻറ് ഈ സ്ഥലം ധനുഷ്കോടി മനുഷ്യവാസമല്ലെന്ന് ഡിക്ലെയർ ചെയ്ത സ്ഥലമാണ്.
അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ വഴി, ഇവിടുത്തെ സമുദ്രതീരത്തിലെ നമ്മൾ ഇറങ്ങിയുള്ള കാഴ്ചകളും ഇവിടുത്തെ കച്ചവടക്കാരുടെ കാഴ്ചകളും എല്ലാം നമ്മൾ അടുത്ത വീഡിയോ കാണിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.